ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആക്രി കണ്ടീഷനിൽ ഒരു വണ്ടി റിപ്പയറിന് വേണ്ടിയിട്ട് കൊറിയർ വന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് എത്രത്തോളം പണിയുണ്ടെന്നുള്ളത്. ഇതിൻ്റെ എല്ലാ സാധനങ്ങളും തന്നെ പോയതാണ്. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഇത് പണിതെടുക്കുമ്പോഴത്തേക്കും മെറ്റീരിയൽ കോസ്റ്റ് തന്നെ പുതിയ വണ്ടി മേടിക്കുന്നതിൻ്റെ ഒരു 80% പൈസയാകും. അത്ര എക്സ്പെൻസ് ആവുമെങ്കിൽ ചേട്ടൻ ആ വണ്ടി പണിയണ്ട, സ്ക്രാപ്പിൽ കൊടുത്തേക്കാനുള്ള രീതിക്കാണ് എന്നോട് അവർ പറഞ്ഞത്. എനിക്ക് നല്ല രീതിയിൽ വിഷമം ഉണ്ടായി അത് കേട്ടപ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സ്ട്രെയിൻ ഉണ്ടായാലും എത്ര എക്സ്പെൻസ് ആയാലും ഇത് നല്ല രീതിയിൽ റീസ്റ്റോർ ചെയ്തെടുക്കണം എന്നെനിക്ക് തോന്നി. അതിൻ്റെ എല്ലാ പാർട്സും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ പ്രഷർ വാഷ് ചെയ്തെടുത്തു. ഈ വണ്ടി വാഷ് ചെയ്തപ്പോൾ തോന്നിയ ചില ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ പ്രഷർ വാഷറിന് ഒരു കിടിലൻ റോളിംഗ് കൂടെ ഉണ്ടാക്കി. അതിന്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ഗിയർ ബോക്സുകളും അഴിച്ചെടുത്ത് അതിന്റെ മോട്ടറിന്റെ തുരുമ്പെല്ലാം കളഞ്ഞ് റണ്ണിങ് ആക്കി എടുത്തു. ഗിയർ ബോക്സും ഗിയറുകളും എല്ലാം ഡീസൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ കഴുകി എടുത്തിട്ട് മോട്ടറൊക്കെ തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പെയിന്റും അടിച്ചെടുത്തു. നല്ല രീതിയിൽ ലൂബ്രിക്കേറ്റ് ചെയ്ത് നമ്മൾ ഗിയർ ബോക്സ് സെറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം ഇതുപോലെ വീൽ കപ്പ് എല്ലാം പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ച് ക്രോം ഫിനിഷ് ആയിട്ടുള്ള സ്പ്രേ പെയിന്റ് അടിച്ചു കൊടുക്കുകയാണ്. ഇതിന്റെ ഫ്രണ്ടിലത്തെ ആക്സിലും സ്റ്റിയറിംഗ് മെക്കാനിസം എല്ലാം ഒടിഞ്ഞു നുറുങ്ങിയിരിക്കുകയായിരുന്നു. അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ വെൽഡിംഗ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ടോയ് വണ്ടികളുടെ ഫ്രണ്ട് ആക്സിലും സ്റ്റിയറിംഗ് മെക്കാനിസം ഒക്കെ കട്ടി കുറഞ്ഞ മെറ്റലിൽ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് വെൽഡിംഗ് ഇച്ചിരി ടാസ്ക് ആണ്. ഒരു അരമണിക്കൂറോളം 4 മോട്ടറും ബാറ്ററി കണക്ഷൻ കൊടുത്ത് റണ്ണിങ്ങിൽ ഇട്ടു. അന്നേരം ഒന്നും മോട്ടറിന് വലിയ കുഴപ്പം കണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഗിയർ ബോക്സ് തന്നെ സെറ്റ് ചെയ്ത് കയറ്റുന്നത്. നമുക്ക് പാർസൽ വന്ന ടയർ തന്നെയാണോ ഇതെന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. കാരണം ഒരു ശക്കലം പോലും ചെളിയില്ലാതെ നമ്മൾ ഫുള്ളായിട്ട് കഴുകിയെടുത്ത് അടിപൊളിയായിട്ട് പെയിന്റ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. റോയൽ എൻഫീൽഡിന്റെ എഞ്ചിനകത്ത് വരുന്ന 2 സ്പ്രിംഗ് ഉപയോഗിച്ച് നമ്മൾ ഇതിന് സസ്പെൻഷനും ഉണ്ടാക്കി. ബോണറ്റിന്റെ കളർ ശകലം ഫേഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചു കൊടുത്തിട്ട് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ബ്ലാക്ക് പെയിന്റ് ആണ് കൊടുക്കുന്നത്. ഡാഷ്ബോർഡിലും ഒരു കൺട്രോളിംഗ് പാനൽ വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് തന്നെയാണ് മ്യൂസിക് ബോർഡ്, ചാർജിംഗ് സോക്കറ്റ് എല്ലാം വരുന്നത്. ഇത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കംപ്ലൈൻറ്റ് വരാൻ സാധ്യത ആയതുകൊണ്ട് നമ്മൾ വേറൊരു രീതിയിൽ മാനുവലായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. എല്ലാം സെപ്പറേറ്റ് ചെയ്ത്, അതായത് മ്യൂസിക് ബോർഡ് സെപ്പറേറ്റ് ചെയ്യും, ഗിയർ സ്വിച്ച് സെപ്പറേറ്റ് ചെയ്യും, ലൈറ്റിനുള്ളത് സെപ്പറേറ്റ്, എല്ലാം സെപ്പറേറ്റ് ചെയ്യും. അപ്പോഴത്തേക്കും നമുക്ക് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലും ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും. ഇതുപോലെ PVC പൈപ്പ് കട്ട് ചെയ്തൊരു ഷീറ്റാക്കി എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് അളവ് വരച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, കറക്റ്റ് സീറ്റിങ്. ഇനി നമുക്ക് നമ്മുടെ കോമൺ ആയിട്ട് വരുന്ന മ്യൂസിക് ബോർഡ് സെറ്റ് ചെയ്യാൻ പാകത്തിന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് പെർഫെക്റ്റ് സീറ്റിംഗ് ആയിട്ട് ആ മ്യൂസിക് ബോർഡൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗിയർ ലിവറൊക്കെ പോയതാ, അതിന് പകരം പുതിയത് സെറ്റ് ചെയ്യണം. അപ്പുറത്തൊരു ഡമ്മി സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് അവിടെ ലൈറ്റിന് സെപ്പറേറ്റ് ആയിട്ടൊരു സ്വിച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കീ സെറ്റ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റെപ്പ് ഡ്രില്ല് വെച്ച് തുളച്ച് കൊടുക്കുകയാണ്. അകത്തുനിന്ന് ഇങ്ങനെ ഇട്ടിട്ട് പുറത്തുനിന്ന് ആ നട്ടിട്ട് ടൈറ്റ് ചെയ്ത് നല്ല രീതിയിൽ ആ കീ സെറ്റ് നമ്മൾ സെറ്റ് ചെയ്തു. ഇത് കണ്ടോ, പക്ക ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു നമ്മൾ ഉണ്ടാക്കിയെടുത്ത പാനൽ ഇതുപോലെ പെയിൻറ്റ് അടിച്ചെടുക്കാം. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഈ ഗ്രില്ലിന് ഒരു നല്ല പൊട്ടലുണ്ട്. അപ്പോൾ അത് സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ വാഷർ ഇട്ട് ഒരു നട്ട് ബോൾട്ട് ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ വയറിംഗ് കിറ്റ് എല്ലാം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗേജ് കൂടിയ DC വയറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്ന ചാർജിങ് സോക്കറ്റ് നമുക്ക് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കറക്റ്റ് അളവിന് വരച്ചെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചാർജിങ് സോക്കറ്റൊക്കെ നല്ല രീതിയിൽ നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. പുതിയ മദർ ബോർഡ്, സ്പീക്കർ, മ്യൂസിക് ബോർഡ് എല്ലാം ആഡ് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയ്ക്കായി നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.